ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഉള്ള കുറേ ഡൗട്ടുകളാണ് കേട്ടോ പലർക്കും. എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരു ചാനൽ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാരൊക്കെ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ ആകാനുള്ള ഒരു ഹാഫ് എൻഡിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റോപ്പാക്കിയിട്ട് പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം പോലെ കൂടി വരുന്നുണ്ട്, പക്ഷെ വ്യൂസ് ഇല്ല. അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോൾ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർ 1000 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കിട്ടില്ലേ? ഇതെന്താണെന്നൊക്കെയുള്ള ഒരുപാട് പലതരം ഡൗട്ടുകളാണ് കേട്ടോ പല ആൾക്കാർക്കും ഉള്ളത്. അപ്പോൾ പുതിയതായിട്ടൊക്കെ തുടങ്ങുന്ന ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് തുടങ്ങി അവർക്കൊരു 1000K, ഒരു 1K ഒക്കെ ആയി. 1K ഒക്കെ ആയിട്ടും വാച്ച് അവർ കൂടുന്നില്ല, വ്യൂസ് കൂടുന്നില്ല. സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഷോർട്സ് ഇടുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷോർട്സിന് പുറമേ ലൈവൊക്കെ ഇടുമ്പോൾ കൂടുന്നുണ്ട്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ സബ്ബൊക്കെ നേടിയെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പല ആൾക്കാരും ഇതുപോലെ നമ്മൾ ലൈവൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കുന്ന പലതരം ഡൗട്ടുകളാണ്. അപ്പോൾ ജെന്യുയിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെയാണ് നമുക്ക് എപ്പോഴും ആവശ്യം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് ഈ ജെന്യുയിനായിട്ടുള്ള സബ്സ്ക്രൈബർ. ആരാണ് ഈ ജെന്യുയിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്? നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ജെന്യുയിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്. ഇപ്പം നമ്മൾ ലൈവൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പലരും ലൈവ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഒരു എന്താ പറയുക, ഒരു 10 ആവട്ടെ, ഒരു 10 സബ് കിട്ടട്ടെ, ഒരു 10 കിട്ടട്ടെ, എനിക്കൊരു 10 സബ് കിട്ടിയാൽ ഇത്രയാവും എന്നൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറേ മാസത്തോളമായി ലൈവ് ചെയ്യുന്ന ഒരാളാണ്. മോണിറ്റൈസേഷനും ആയി, ഇങ്ങനെ നമ്മൾ ഏണിങ്സിൻ്റെ ഇങ്ങനെ ഒരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ജെന്യുയിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതായത് നമ്മളെ ജെന്യുയിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് മാത്രം നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അല്ലാതെയുള്ള നമുക്കിപ്പോൾ ലൈവിലൊക്കെ പോകുമ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും അതിൽ ഒരു പകുതിയിലധികം, എന്താ പറയുക, ഒരു 100-ൽ 10% ആൾക്കാരൊക്കെ മാത്രമേ നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഇതുപോലെ ചോദിച്ചിട്ട് വാങ്ങാതിരിക്കുക. പലരും ചോദിക്കും, എനിക്ക് ഇത്ര സബ് വേണം, നിങ്ങൾ സബ് ചെയ്യൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ആൾക്കാരോടൊക്കെ നമ്മളെ സബ് ചെയ്യാൻ പറയും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളെ ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സബ് ചെയ്തൊരു വീഡിയോ കണ്ടിട്ട് അവിടെ വെക്കുന്നതേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും നോക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ജെന്യുയിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴെന്ന് വെച്ചാൽ അവർക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ പോവും. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ നമ്മൾ അവരോട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് അവർ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അല്ലാതെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് സബ് കൂടി വരികയും മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ വീഡിയോസൊന്നും ഇവർ കാണില്ല, സപ്പോർട്ട് ചെയ്യുകയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ വ്യൂസ് അങ്ങനെ തന്നെ നിൽക്കും. വാച്ച് അവർ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അങ്ങ് കൂടി പോകും. 10K 12K എന്നൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ വ്യൂസ് എന്തുകൊണ്ടാണ് കൂടാത്തത്? നമ്മുടെ ഒരു വീഡിയോ ഒക്കെ നല്ല റീച്ചൊക്കെ ആവുന്നതെന്ന് പറയുന്നത് ജെന്യുയിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കയറുമ്പോൾ അവർക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ പോകും. ആ ഡെയിലി പോകുന്ന നോട്ടിഫിക്കേഷനിൽ അവർ ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോസ് കണ്ടൻറ്റൊക്കെ നല്ല കണ്ടൻറ്റൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട് നമ്മളെ ഡെയിലി വീഡിയോസിനായിട്ട് അവർ വെയിറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സെലിബ്രിറ്റികളൊക്കെ പെട്ടെന്ന് റീച്ച് ആവുന്നുണ്ട്, പൈസ അവർ എന്തിട്ടാലും റീച്ച് ആവുന്നുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ, പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മുടെ വീഡിയോസ് കാണുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ട്. അല്ലാതെ അപ്പോൾ ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ജെന്യുയിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ മാത്രം ഇൻവൈറ്റ് ചെയ്യുക. അല്ലാതെ ചോദിച്ചിട്ട് വാങ്ങുന്നതിൽ ഒരു കാര്യമില്ല. ജസ്റ്റ് നമുക്ക് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ ലെവൽ കൂട്ടിയിട്ട് വെക്കാന്നേ ഉള്ളൂ. വേറെ ഒരു കാര്യമില്ല ഇതിനെക്കൊണ്ട്. ഇപ്പോൾ ലൈവൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും
അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ജെന്യുയിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസും അതുപോലെ വാച്ചവറൊക്കെ ഒറ്റയടിക്ക് നമുക്ക് നേടിയിട്ട് മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു ലേബലിൽ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റും. ചിലവർക്ക് ഒറ്റയടിക്ക് തന്നെ 1000 സബ്സ്ക്രൈബറും അതുപോലെ 4000 വാച്ചവർ എന്നുള്ള ഒരു ക്രൈറ്റീരിയ പെട്ടെന്ന് കടക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ മറ്റു ചിലർക്ക് 5K ആയാലും 6K ആയാലും അങ്ങനെ കൂടി സബ്സ്ക്രിപ്ഷൻ കൂടുന്നതല്ലാതെ വാച്ചവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു സ്ഥിതി വരുമ്പോഴാണ് നമ്മൾ ലൈവ് എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് പോകുന്നത്. ഈ ലൈവ് പരമാവധി ഞാൻ പറഞ്ഞ ജെന്യുയിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കൂടുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ചോദിച്ചിട്ട് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ലേബിൾ വാങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഈ വാച്ചവറൊക്കെ കൂടാനുള്ള ഒറ്റൊരു വഴി എന്ന് പറയുന്നത് ഇതുപോലെ ലോങ് വീഡിയോസ് ഡെയിലി ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അതുപോലെ പറ്റുന്നത് നമ്മളൊരു 3 ലൈവെങ്കിലും ഒരു ദിവസം ഇട്ടിട്ട് നമ്മുടെ വാച്ചവർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോസിൽ വ്യൂസ് കൂടുന്നില്ലെങ്കിൽ വാച്ചവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ലൈവ് എന്ന് പറയുന്നത്. ലൈവിൽ നമുക്ക് പലതരത്തിൽ ഉള്ള പ്രതിസന്ധികൾ തരണം ചെയ്തിട്ട് പോകേണ്ടി വരുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ കുറേ ആൾക്കാരത് ഇതുപോലെ 2-3 ലൈവ് ചെയ്യുന്ന ആൾക്കാരുടെ കുറേയധികം പോസ്റ്റുകൾ കാണാനിടയായിട്ടുണ്ട്. കാരണം ഇതുപോലെ മോശമായിട്ടുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് തളർന്നു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിനെ കൊണ്ട് എന്താണല്ലേ, ഒരു കാര്യമില്ല. ചാനൽ ഉണ്ടാക്കാതിരിക്കുക. നമുക്കൊരു ID മാത്രം വെച്ചിട്ട് മറ്റുള്ളവരൊന്നും പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ വീഡിയോസ് കാണാമെന്നല്ലാതെ നമ്മൾ ചാനലിലോട്ട് പോകാതിരിക്കുക. എല്ലാം നമുക്ക് ഒരു കൈപ്പിടിയിൽ അങ്ങ് ഒതുങ്ങില്ല. ലൈവൊക്കെ നമ്മൾ 2-3 ലൈവൊക്കെ, അതായത് ഒരു ദിവസം ഒരു 2-3 തവണ നമ്മൾ ലൈവിലൊക്കെ വരുമ്പോൾ മിനിമം നമ്മളൊരു മണിക്കൂറെങ്കിലും ലൈവ് ഇട്ടിട്ട് വെക്കുക. ലൈവിലൂടെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് വാച്ചവർ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക കൂടി ചെയ്യും. കാരണം ഞാൻ അങ്ങനെയാണ് എൻ്റെ മോണിറ്റൈസേഷനുള്ളത് നേടിയെടുത്തത്. പിന്നെ നമുക്ക് ചില വീഡിയോസൊക്കെ അങ്ങ് റീച്ചായി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചധികം വാച്ചവേഴ്സൊക്കെ കിട്ടും. അപ്പോൾ അതിനിത്രയേ ഉള്ളൂ. നല്ല കണ്ടൻറ്റുകൾ എടുക്കുക, റീയൂസ്ഡ് കണ്ടൻറ്റ് മാറ്റിയിട്ട് നല്ല കണ്ടൻറ്റുകൾ എടുത്താൽ നമ്മുടെ വീഡിയോസ് കാണാൻ ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മളെല്ലാവരും പറയുന്ന പോലെ എല്ലാത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വ്യൂസ് കയറുന്നതിന് വഴി ഉണ്ടാവില്ല. എനിക്ക് 2-3 ആഴ്ചയിൽ വരുന്ന ലൈവിലൊക്കെ വരുന്ന, ഇപ്പോൾ എനിക്കൊന്ന് ബിഗിനേഴ്സാണ്, ഇപ്പോൾ 1K ഒക്കെ അടിക്കാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് പല ആൾക്കാർ പറയുന്നതാണ്, എനിക്ക് ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ട് ചേച്ചി, സബ്സ്ക്രിപ്ഷൻ ഒത്തിരി കൂടുന്നുണ്ട്, പക്ഷെ വാച്ചവർ കൂടുന്നില്ല. ഈ പറയുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഷോർട്സിൻ്റെ വാച്ചവർ നമുക്കൊരിക്കലും ലോങ് വീഡിയോയിൽ കൂട്ടുകയില്ല. ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന 2 വ്യത്യാസമാണ്. ലോങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ വാച്ചവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ ഷോർട്ട് വീഡിയോയിൽ എന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷന് കൂട്ടിയെടുക്കാം എന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഒത്തിരി കൂടും ഷോർട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ. അല്ലാതെ നമുക്കിപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ ലോങ് വീഡിയോയിലൂടെ മാത്രമേ നമുക്ക് 4000 വാച്ചവർ എന്നുള്ള ഒരു ക്രൈറ്റീരിയ അങ്ങ് കടക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾ പരമാവധി ജെന്യുയിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ മാത്രം അങ്ങ് എടുക്കുക. അതായത് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ. അല്ലാതെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്നൊരു തവണ അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും, എന്നാൽ നാളെ അവർ വരണമെന്നില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നാളെ നമ്മൾ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് വരികയുള്ളൂ. പിന്നെ ചില ആൾക്കാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് സപ്പോർട്ട് ചെയ്തിട്ട് മുന്നേറാമെന്നുള്ള രീതിയിൽ. എനിക്കൊക്കെ ഒരുപാട് ഭാഷ പോലും അറിയില്ല, എങ്കിലും പല നാടുകളിൽ നിന്നുള്ള ആൾക്കാർ ഇതുപോലെ നമുക്കറിയില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് അവരുടെ വീഡിയോ ഒന്ന് കണ്ട് ഒരു സന്തോഷം, അതുപോലെ അവർ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള നമ്മൾ പറഞ്ഞിട്ടൊക്കെ ചെയ്യിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കണ്ട് സ്കിപ്പ് ചെയ്ത് പോവുകയുള്ളൂ. ഡെയിലി ഒന്നും ചിലപ്പോൾ നമ്മുടെ ലോങ് വീഡിയോ ഒന്നും കാണുകയേ ഇല്ല. അപ്പോൾ പരമാവധി നമ്മൾ ഇതുപോലെ ഉള്ള നമ്മുടെ നല്ല നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ
നമുക്ക് തനിയെ തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസ്ഡ് ആയിട്ട് ഏർണിങ്സ് പോലും കിട്ടുക ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പലരുടെയും പോസ്റ്റുകൾ കണ്ടപ്പോൾ പറയാൻ തോന്നിയിട്ടുള്ളൊരു കാര്യം, പിന്നെ ഞാൻ ലൈവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലൈവിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ചെറിയൊരു ഡൗട്ടും കൂടി ക്ലിയർ ചെയ്ത് തന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഏത് കമൻറ്റുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജെന്യൂനായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. അല്ലാതെ ഇനിയിപ്പോൾ ഒരു കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ശ്രീദ്രോണ. ബൈ ബൈ.